ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുരപലഹാരത്തിൻ്റെതാണ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്, ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ 1/2 കപ്പളവിൽ അരിപ്പൊടിയും 1 കപ്പളവിൽ മൈദാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 1/2 കപ്പളവിൽ പാലും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പാലെടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറുള്ള പാൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 1/4 കപ്പളവിൽ പഞ്ചസാരയും 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. മിക്സാക്കി നോക്കിയപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ ഒരു 1/4 കപ്പും കൂടെ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൽ നിന്നും ഒരു 1/4 കപ്പ് ബാറ്റർ നമ്മൾ മറ്റൊരു ചെറിയ ബൗളിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ശേഷം നമ്മുടെ സ്നാക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഫുഡ് കളർ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ട് 1 കപ്പളവിൽ തേങ്ങ ചിരകിയതും 1 കപ്പളവിൽ പാലും അതുപോലെ തന്നെ 1/2 കപ്പളവിൽ പഞ്ചസാരയും 1 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ തേങ്ങ നമ്മൾ പാലിലിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ്. ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് ഡ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദാപ്പൊടി ഇതുപോലെ കുറച്ച് വെള്ളത്തിലൊന്ന് നന്നായിട്ട് കലക്കിയിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. മൈദപ്പൊടി മിക്സ് ആക്കിയിട്ടുള്ള വെള്ളം ഒഴിച്ച ഉടനെ തന്നെ തവി വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നിർത്താണ്ട് ഇളക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ നിർത്താണ്ട് ഇളക്കിയിട്ട് നന്നായിട്ട് കുറുക്കി ഡ്രൈ ആക്കി എടുക്കുക. ഈ സമയത്ത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് വറ്റിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന യെല്ലോ ബാറ്റർ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഒരു പൈപ്പിംഗ് ബാഗോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറോ വെക്കുക. എന്നിട്ട് അതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന യെല്ലോ ബാറ്റർ ഫുള്ളായിട്ട് ഒഴിക്കുക. ഏത് പ്ലാസ്റ്റിക് കവർ വേണമെങ്കിലും എടുക്കാം. ശേഷം ഇതുപോലെ ഒരു സൈഡിലേക്ക് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കെട്ടി റെഡിയാക്കി വെക്കുക. ശേഷം ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ട് പാൻ ചൂടായി വരുന്ന സമയത്ത് ഒരു 2 ഡ്രോപ്പ് ആയിട്ട് ഇതുപോലെ നമ്മൾ ഉറ്റിച്ച് കൊടുക്കുകയാണ്. ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ ഉറ്റിച്ച് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ പാൻ ഫുള്ളായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക. ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്റർ നമ്മളൊരു 1.5 തവി ഒഴിച്ചു കൊടുത്തിട്ട് പതിയെ പാൻ വെച്ചിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ ചെയ്യാനായിട്ട്. ശേഷം ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രം ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് പതിയെ നമ്മളിതൊന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ റോൾ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഫുള്ളായിട്ട് റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. ഇനി അടുത്ത ഡിസൈൻ നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഒരു 1.5 തവി ബാറ്റർ ഒഴിച്ചിട്ട് പതിയെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഒരു സൈഡിൽ കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അടുത്തതും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും പാനിൽ നിന്നും എടുത്ത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.